BJP നേതാവ് പ്രകാശ് ബാബു ഇപ്പോൾ നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ശ്രീ പ്രകാശ് ബാബു, ഈ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഈ ഹമാസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടുള്ള ധാരാളം റാലികൾ ഈ മലബാർ ഭാഗത്തൊക്കെ വളരെ ശക്തമാകുന്നു. ജമാഅത്തെ ഇസ്ലാമി ഇതിന് നേതൃത്വം നൽകുകയാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ആഹ്വാനം ഏറ്റെടുത്ത്, അതായത് ഈ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം, ഒപ്പം ഹമാസിനെ അനുകൂലിക്കണം, ഇത്തരം ആഹ്വാനം കൂടുതൽ അതിതീവ്ര മുസ്ലിം സംഘടനകൾ കൂടി ഏറ്റെടുക്കുന്നു. നിത്യേന ഇത്തരം റാലികളും പൊതുപരിപാടികളും പള്ളികൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. താങ്കൾ എങ്ങനെ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നു? കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിലുള്ള വലിയൊരു ആശങ്ക ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സംസ്ഥാന ഭരണകൂടത്തെ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് ഇത് മുസ്ലിം സംഘടനകൾ മാത്രമല്ല, കോഴിക്കോട്ടെ CPIM-ഉം കോൺഗ്രസും ഇക്കാര്യത്തിൽ മത്സരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ, രാജ്യവിരുദ്ധ സ്വഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന സംഘടനകളും എല്ലാം തന്നെ ഒരുമിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ നടത്തുന്ന ഇത്തരം പരിപാടികളെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിന് പകരം കോൺഗ്രസും CPIM-ഉം ഇതേ നയപരിപാടികളുമായി കോഴിക്കോട്ട് പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, പഹൽഗാമിൽ 26 സഹോദരന്മാരെ പാകിസ്ഥാന്റെ ഭീകര സംഘടനകൾ അതിക്രൂരമായി കൊല ചെയ്തപ്പോ ഈ കോഴിക്കോട്ട് ഈ സംഘടനകളോ അല്ലെങ്കിൽ CPIM-ഓ കോൺഗ്രസോ ഒരു പ്രതിഷേധ പ്രകടനവും നടത്തിയിട്ടില്ല. രാജ്യത്തിന്റെ സൈന്യത്തിന് വേണ്ടി ഒരു ഐക്യദാർഢ്യ റാലി പോലും നടത്താത്തവരാണ് ഇത്തരത്തിലുള്ള ചില ചിന്താഗതികളുമായി മുന്നോട്ട് വരുന്നത്. CPIM-ഉം കോൺഗ്രസും ഇതിൽ പിന്തുണ കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടിട്ടാണ്. അത് അവരുടെ അണികൾ വലിയ രീതിയിൽ അതിനെ ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ല സൂചനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധത്തിലുള്ള ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പലപ്പോഴും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും ഒത്തുചേർന്നിട്ടാണ് എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വരുമ്പോഴും ഇതിനെയൊക്കെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. എന്തായാലും കോഴിക്കോട്ടുള്ള CPIM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ ഒഴികെയുള്ള സാധാരണ പ്രവർത്തകർ ഇതിനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിലും അതേപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിലുമുള്ള ഹിന്ദു കൂട്ടക്കൊല, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും വരുമ്പോൾ ഇവരൊന്നൊരു പ്രതിഷേധ കുറിപ്പ് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവരുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇത് തിരിച്ചറിയാനുള്ള നല്ല ബോധമുള്ള ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും അണികൾ കോഴിക്കോട്ടുണ്ട്. അത് വലിയ പ്രതീക്ഷയുള്ളതാണ്. എന്തായാലും ആഭ്യന്തര വകുപ്പ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മറവിൽ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഗുരുതരമായിട്ടുള്ള ഭവിഷ്യത്തുകൾ ഉണ്ടാകും, ഗുരുതരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഇനി എപ്പോഴും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ കണ്ണടച്ച് ഇവിടെ നിന്ന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുമെന്ന്, അല്ലെങ്കിൽ ഇത്തരം പ്രതിഷേധങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണടച്ച് നിൽക്കുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. പൊതുജന സമൂഹം ഒറ്റക്കെട്ടായി ഇതിനെതിരെയൊക്കെ പ്രതിരോധം തീർക്കുമെന്നുകൂടി അറിയിക്കുകയാണ്. ശ്രീ പ്രകാശ് ബാബു, ഇതിപ്പോൾ ഈ ഹമാസ് വിഷയത്തിൽ മാത്രമല്ല, ഇത്തരം ആഹ്വാനങ്ങൾ അങ്ങ് നടത്തുകയാണ് ഈ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ. നമുക്കറിയാം, സൂംബ ഡാൻസിന്റെ വിഷയം വരുമ്പോൾ അത് സ്കൂളുകളിൽ ചെയ്യാൻ പാടില്ല എന്ന ആഹ്വാനം നടത്തുന്നു. അതുപോലെ തന്നെ ഹലാൽ ഭക്ഷണം മാത്രമേ മുസ്ലിങ്ങൾ കഴിക്കാവൂ എന്ന ആഹ്വാനം നടത്തുന്നു. ഇതൊക്കെ നമ്മൾ ഈ സൗത്ത് ആഫ്രിക്കയിൽ ബൊക്കോ ഹറാം, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ, ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ഇത്തരം സംഘടനകൾ നടത്തുന്ന രീതിയിലുള്ള ഒരു ആഹ്വാനമാണ് ഇപ്പോൾ കേരളത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ നടത്തുന്നത്. അല്ല, അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിലുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ, ചില പിതൃത്വമില്ലാത്ത ചില ആഹ്വാനങ്ങൾ, ഇതെല്ലാം തന്നെ ഏറ്റെടുക്കാനുള്ള വളക്കൂറുള്ള ഒരു മണ്ണായിട്ട് കേരളം, പ്രത്യേകിച്ച് മലബാർ വളർന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിനുള്ള സർവ്വ പിന്തുണയുമാണ് ഈ കേരളത്തിലെ ഭരണകൂടം ഇന്ന് കൊടുക്കുന്നത്. ഇപ്പൊ തന്നെ പോപ്പുലർ ഫ്രണ്ട്, നിരോധിത ഭീകര സംഘടനകളിലുള്ളവരെല്ലാം തന്നെ ഇന്ന് CPM-ലും കോൺഗ്രസിലും സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവർക്കൊരു സംരക്ഷിത കവചം, രാജ്യം മുഴുവൻ ഈ ഭീകര സംഘടനയെ പിടിച്ചു കെട്ടിയിട്ടും ഈ മലബാർ മേഖലയിൽ ഈ ഭീകര സംഘടനകളിൽ പ്രവർത്തിച്ചവരെല്ലാം തന്നെ ഇനി ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ചട്ടക്കൂട്ടിലാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് എന്നോ CPM എന്നോ വ്യത്യാസമില്ലാതെ ഇത്തരത്തിലുള്ള ഭീകര സംഘടനകളുടെ പിന്മറ പറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായി ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അവരുടെ അവസരം ഉപയോഗിക്കുകയാണ്.
ഇതിവിടെ പോലീസ് സംവിധാനത്തിന് അറിയാം. പക്ഷെ പോലീസ് സംവിധാനം തന്നെ അവരെയൊക്കെ തന്നെ ഇപ്പോ കൈ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ നടപടിയെടുക്കാൻ അനുവദിക്കുന്നില്ല. അവരെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ വളരെ വ്യക്തമാണ്, കേരളത്തിലെ ഭരണകൂടത്തിന്റെ വലിയ പിന്തുണ ഇക്കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം. നമുക്ക് ഓർമ്മയുണ്ട്, കോഴിക്കോടൊക്കെയാണ് ഈ പാലസ്തീൻ അനുകൂല വലിയ റാലി നടന്നത്, അറിയാമല്ലോ. കേരളത്തിലെ കോൺഗ്രസും CPIM മത്സരിച്ച് നടത്തിയത് ഇവിടെയാണ്. അപ്പോ ഇത് നൽകുന്ന സന്ദേശം വളരെ അപകടകരമാണ്. ഈ അപകടകരമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ആസൂത്രിതമായി ഉരുത്തിരിഞ്ഞു വരുമ്പോഴും നടത്തുമ്പോഴും കേരളത്തിന്റെ ഭരണകൂടം കണ്ണടച്ചിരിക്കുന്നത് ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമാണ്. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹത്യ, ആ സമയത്തൊന്നും ഇവർ പ്രതികരിച്ചില്ല. പഹൽഗാമിലുള്ള വേട്ട, ഈ രാജ്യത്തിന്റെ അകത്ത് നടന്നിട്ടുള്ള ഒരു ഭീകരവാദികൾ നടത്തിയിട്ടുള്ള ഒരു കൂട്ടക്കൊലക്ക് വരെ ഒരു പ്രതിഷേധം നടത്താത്തവരാണ് ഇത്തരത്തിലുള്ള ലോകത്തിന്റെ, ഇവർക്ക് എവിടെയാണ് ഈ രാജ്യങ്ങൾ തന്നെ അറിയാത്തവരായി ഇവർ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആസൂത്രണമുണ്ട്, കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇതിനെ പിന്തുണക്കുന്നത്, ഇതിന് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നത് കോൺഗ്രസും CPIM ആണ്. അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം. ഇനിയെങ്കിലും ഇവരൊക്കെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഈ രാജ്യത്തിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നില്ല എങ്കിൽ അത് വലിയ ഭവിഷ്യത്താണ്. എന്തായാലും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, കഴിഞ്ഞ 2 ദിവസമായി കോഴിക്കോട്ടൊക്കെയുള്ള പല CPM-ന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ അവരൊക്കെ ഇത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവരൊക്കെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് കാലത്തിലൊക്കെ ഇതിന്റെയൊക്കെ മറുപടി ജനങ്ങൾ കൊടുക്കും എന്നുള്ള ശുഭസൂചന ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. എന്തായാലും കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ വരും നാളുകളിൽ ഭയാനകമായിട്ടുള്ള പല പ്രയാസങ്ങളും പൊതുസമൂഹത്തിൽ ഇവർ ഉണ്ടാക്കും. അതിന് ജനങ്ങൾ കരുതിയിരിക്കുക എന്ന് മാത്രമേ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. വളരെ നന്ദി ശ്രീ പ്രകാശ് ബാബു. BJP കോഴിക്കോട് സിറ്റിയുടെ അധ്യക്ഷനാണ് അദ്ദേഹം. ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയോട് ഈ പുത്തൻപുലരിയിൽ തന്നെ പ്രതികരിച്ചതിന് ശിവദാസ് കന്മനം കോഴിക്കോട് തുടരുകയാണ്. ശിവദാസ്, ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് മറ്റ് തീവ്ര സംഘടനകൾ കൂടി ഇപ്പോൾ ഇത്തരം പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഈ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. ഒപ്പം അതിതീവ്ര സ്വഭാവമുള്ള ലോകം മുഴുവൻ ഭീകര സംഘടനയായി അടയാളപ്പെടുത്തുന്ന ഹമാസിൻ്റെ പേരിൽ ഇവിടെ പ്രകടനങ്ങൾ നടത്തുന്നു. അപ്പോൾ വളരെ സങ്കീർണമായൊരു സാഹചര്യം വിശേഷിച്ച് മലബാറിലെ ജില്ലകളിൽ രൂപപ്പെടുന്നു എന്നതാണല്ലോ മനസ്സിലാക്കേണ്ടത്. ശിവദാസ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് മലബാറിൽ ഇത്തരത്തിലുള്ള വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യം. പ്രത്യേകിച്ച് ഹമാസ് എന്ന് പറയുന്നത് ലോകം തന്നെ അംഗീകരിച്ച ഒരു ഭീകരവാദ സംഘടനയാണ്. അവിടെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത പോലെ തന്നെ ഈ കേരളത്തിലാണ് ഇത്തരത്തിൽ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പിന്തുണയും അതോടൊപ്പമുള്ള അത്തരത്തിലുള്ള പരിപാടികളുമൊക്കെ സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മലബാറിൻ്റെ മണ്ണിൽ അതിന് വലിയ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. ഈ നേരത്തെ പ്രകാശ് ബാബു പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസും CPM-ഉം അതിനുവേണ്ടി മത്സരിക്കുകയാണ്. ഇവർക്ക് പിന്തുണ നൽകുന്നതിന് വേണ്ടി മത്സരിക്കുകയാണ്. ഇത് കൃത്യമായ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇക്കഴിഞ്ഞ ദിവസം പലസ്തീൻ അംബാസിഡറെ പങ്കെടുപ്പിച്ചുകൊണ്ട് CPM പരിപാടി സംഘടിപ്പിച്ചിരുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ അതിൽ പങ്കെടുത്തിരുന്നു. ഇങ്ങനെ കൃത്യമായി പലസ്തീനെ അനുകൂലിച്ചുകൊണ്ടും അതിൻ്റെ മറവിൽ ഹമാസ് എന്ന ഭീകരവാദ സംഘടനയെ അനുകൂലിച്ചുകൊണ്ടുമുള്ള വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഇവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഒരു പലസ്തീൻ ഇസ്രായേൽ വിഷയം അതൊരു വൈദേശിക വിഷയമാണ്. നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ മറ്റു രാഷ്ട്രത്തിൻ്റെ വിഷയമാണ്. അത് ഇവിടെ വൈകാരികമാകാൻ ഉള്ള ഒരു പ്രധാന കാരണം മതം തന്നെയാണ് എന്ന് നേരത്തെ ശശികല ടീച്ചർ പറഞ്ഞിരുന്നു. അത് വളരെ കൃത്യമാണ്. മതത്തിൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ്, അല്ലെങ്കിൽ മതം ആണ് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരത്തിലുള്ള മതരാഷ്ട്രവാദ സംഘടനകൾ വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് CPM-നും കോൺഗ്രസിനും അവരെ പിന്തുണയ്ക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി അവർ കുറെ കാലമായി തുടരുന്ന ഒരു കാര്യം കൂടിയാണ് ന്യൂനപക്ഷ പ്രീണനം. അത് ഈ ഒരു വിഷയത്തിലും ഇവിടെ നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യം. കൃത്യമായി ഇതിന് ഒരു അന്വേഷണം വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം വലിയ രീതിയിൽ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഒരു ഹബ്ബായി ശിവദാസ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ശിവദാസ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക്